നമസ്കാരം. ഇന്നർ വിഷൻ ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങൾ പലരും ചോദിക്കാറില്ലേ, എൻ്റെ സ്വപ്നങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന്? അതിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ലക്ഷ്യങ്ങളെയും യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന പ്രക്രിയയാണിത്. പ്രപഞ്ചം നമ്മൾക്ക് അനുകൂലമായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും വേണം. ഇത് വെറുമൊരു മാജിക് അല്ല, മറിച്ച് നമ്മളുടെ മനസ്സും പ്രപഞ്ചവുമായുള്ളൊരു ബന്ധമാണ്. എന്നാൽ ഈ മാനിഫെസ്റ്റേഷൻ വെറുതെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം നടക്കുമോ? ഇല്ല. അവിടെയാണ് ദിനചര്യകളുടെ പ്രാധാന്യം വരുന്നത്. സ്ഥിരമായ ചില ശീലങ്ങൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ശക്തി വർദ്ധിപ്പിക്കും. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള 5 പ്രധാന ദിനചര്യകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. ഒന്നാമത്തേത്, വ്യക്തമായ ലക്ഷ്യങ്ങളും വിഷ്വലൈസേഷനും. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയാമോ? മിക്കപ്പോഴും ആളുകൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടാകില്ല. എനിക്ക് സന്തോഷം വേണം, അല്ലെങ്കിൽ എനിക്ക് മാസം 1,00,000 രൂപ വരുമാനം വേണം, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരം വേണം എന്ന് കൃത്യമാക്കണം. ലക്ഷ്യം വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമായതായി സങ്കല്പിക്കുക. കണ്ണടച്ച് നിങ്ങളുടെ ആഗ്രഹം നിറവേറിയതായി കാണുക, അനുഭവിക്കുക. ആ സന്തോഷം, ആ സംതൃപ്തി എല്ലാം മനസ്സിൽ അനുഭവിക്കുക. ഒരു പുതിയ വീട് നിങ്ങൾ വാങ്ങിയെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നതും ഓരോ മുറിയുടെയും ഭംഗിയും അവിടെ നിന്ന് വരുന്ന ഗന്ധവും പോലും മനസ്സിൽ കൊണ്ടുവരിക. രണ്ടാമത്തേത്, പോസിറ്റീവ് അഫർമേഷൻസ്. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം എനിക്കിതിന് കഴിയും, ഞാൻ ശക്തനാണ്, ഞാൻ ഇത് നേടിയെടുക്കും എന്ന് ദിവസവും ഉറക്കെ പറയുക. രാവിലെ ഉറക്കമുണരുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപും ഈ അഫർമേഷൻസ് ആവർത്തിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് കൂടുതൽ ശക്തിയോടെ അയക്കുകയും ചെയ്യും. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ ആരോഗ്യവാനും സന്തോഷവാനുമാണ്. എനിക്കെല്ലാ സമൃദ്ധിയും എന്നിലേക്ക് ആകർഷിക്കാൻ കഴിയും. എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. മൂന്നാമത്തേത്, നന്ദി പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകം ലഭിച്ച കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക. ഇത് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുകയും കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ദിവസവും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്ന 5 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അതൊരു നല്ല ഭക്ഷണം കഴിച്ചതാകാം, ഒരു സുഹൃത്തിൻ്റെ വിളിയാകാം, അല്ലെങ്കിൽ ഒരു നല്ല കാലാവസ്ഥയാകാം. നന്ദിയുള്ള മനസ്സോടെ ഇരിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ നന്മകൾ നൽകാൻ ആഗ്രഹിക്കും. നാലാമത്തേത്, ഇൻസ്പയർഡ് ആക്ഷൻസ്. മാനിഫെസ്റ്റേഷൻ എന്നാൽ വെറുതെ കാത്തിരിക്കുന്നതല്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി പ്രചോദനമുണ്ടാകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആദ്യ അധ്യായം എഴുതാൻ തുടങ്ങുക. ഒരു പുതിയ ബിസിനസ്സാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുക. ഓരോ ചെറിയ ചുവടുവയ്പ്പും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. പ്രപഞ്ചം നിങ്ങൾക്ക് അവസരങ്ങൾ തുറന്നു തരും, പക്ഷേ നിങ്ങൾ അതിലൂടെ നടക്കാൻ തയ്യാറായിരിക്കണം. അഞ്ചാമത്തെയും അവസാനത്തെയും ശീലം, ഫലം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾക്ക് ആഗ്രഹിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും മാത്രമേ കഴിയൂ. ഫലം എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. അമിതമായ ഉത്കണ്ഠയോ സംശയമോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയെ തടസ്സപ്പെടുത്തും. നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ദിവസവും വെള്ളമൊഴിച്ച് പരിപാലിക്കും, പക്ഷേ അത് എപ്പോൾ മുളയ്ക്കുമെന്ന് ചിന്തിച്ച് വേവലാതിപ്പെടാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ 5 ദിനചര്യകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. തുടക്കത്തിൽ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, പക്ഷേ സ്ഥിരമായ പരിശീലനത്തിലൂടെ നിങ്ങൾക്കിത് സാധ്യമാകും. ഓർക്കുക, നിങ്ങളുടെ ചിന്തകൾക്ക് വലിയ ശക്തിയുണ്ട്.